അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഹബീബുമാരെ സുഹൃത്തുക്കളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പരിശുദ്ധമായ ഇസ്ലാമിന് ഈ ഭൂമി ലോകത്തേക്ക് അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങിയ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കുകയുണ്ടായി, ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുകയുണ്ടായി. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിച്ചു കളയാൻ പോലും അവിടുത്തെ ശത്രുക്കൾ ശ്രമിക്കുകയുണ്ടായി. നാല് ഭാഗത്തു നിന്നും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിച്ചു കളയുവാൻ വേണ്ടി ശ്രമിച്ച ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ ജീവിതത്തിൻ്റെ അവിടുന്ന് എന്തൊക്കെ വിഷമതകൾ അനുഭവിക്കുന്നുവോ അതെല്ലാം മുതലെടുത്തുകൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ തിരിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സന്ദർഭമാണ് അവിടുത്തെ പിതൃവ്യരായ അബൂ താലിബിൻ്റെ മരണം. അവിടുന്ന് വഫാത്തായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിച്ചു കളയാൻ അവിടുത്തെ ശത്രുക്കൾ ശ്രമിക്കുകയുണ്ടായി. നരബാധിച്ച മരത്തിൻ്റെ വേരെറുക്കുകയാണ് വേണ്ടത്, നമുക്ക് മുന്നിലുള്ള ഒരേയൊരു വഴി മുഹമ്മദിനെ കൊന്നുകളയുകയാണ് എന്ന് ശത്രുക്കൾ പദ്ധതിയിട്ടു. അതുപോലെ തന്നെ മുഹമ്മദിന് കൂട്ടുകാരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൂടെയുണ്ടായിരുന്നവരെ അവർ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അവരുടെ മതത്തിൽ ഇന്നും അവർ അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ്. നാം അവരുടെ കഷ്ടപ്പെടുത്തുവാൻ എത്രയധികം ശ്രമിക്കുന്നുവോ അത്ര കണ്ട് ഇസ്ലാമിലുള്ള അവരുടെ വിശ്വാസം അത് അചഞ്ചലമായി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അതിന് ഒരു ഭംഗവും തന്നെ സംഭവിക്കുന്നില്ല. കാരണം എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഇസ്ലാമിനെ അവിടുന്ന് വിഭാവനം ചെയ്തത് സുഖലോലുപതയിൽ നിറഞ്ഞ ഒരു ജീവിതം അവിടുന്ന് ഒരിക്കലും മോഹിച്ചിട്ടായിരുന്നില്ല, മറിച്ച് ത്യാഗങ്ങളിലൂടെയും ഒരുപാട് പീഡനങ്ങളും മുള്ളുകൾ നിറഞ്ഞ വഴികളാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെരഞ്ഞെടുത്തത്. അത് അവരെ ഒരിക്കലും തളർത്തിയില്ല. എത്ര കണ്ട് പീഡനങ്ങൾ സഹിക്കാൻ അവർക്ക് ശേഷിയുണ്ടാകുന്നുവോ അത്ര കണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുചരന്മാരും വളർന്നു വരികയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് നമ്മൾ ഒരുപാട് പീഡനങ്ങൾ, പരിശുദ്ധ ഇസ്ലാമിന് നേരെ ഒരുപാട് പീഡനങ്ങളും അതുപോലെ തന്നെ ദുഃഖകരമായ വാർത്തകളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പടച്ചുവിടുന്ന ഒരുപാട് ആയുധങ്ങൾ ഇസ്ലാമിന് നേരെ അവർ പ്രയോഗിക്കുകയും അതിൻ്റെ എല്ലാവരും അതിന് ഭാഗവാക്കാവുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കാണിച്ചു തന്ന പ്രബോധനത്തിൻ്റെ മാതൃക തീർച്ചയായിട്ടും നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കേണ്ടതുണ്ട്. ഏതൊരു സന്ദർഭത്തിലാണ് അവിടുന്ന് തളർന്നിട്ടുള്ളത്, ആ സന്ദർഭത്തിൽ പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചെയ്തിട്ടുള്ളത്. മരത്തിൻ്റെ വേരുകൾ മുറിച്ചു മാറ്റിയാൽ അതിൻ്റെ ശാഖകൾ ഉണങ്ങിക്കൊണ്ട് മരം നിലംപതിക്കുകയാണ് ചെയ്യുക എന്ന് നമുക്കറിയാം. പക്ഷേ മുഹമ്മദിന് ഇപ്പോൾ അവരുടെ സുഹൃത്തുക്കളുടെ സംരക്ഷണമില്ല. അതിനാൽ തന്നെ ഇപ്പോൾ തന്നെ മുഹമ്മദിനെ വധിക്കാമെന്ന് ശത്രുക്കൾ തീരുമാനിക്കുകയാണ്. ഇസ്ലാമിനെ ശിഥിലമാക്കാൻ പ്രാപ്തനായ ഒരേയൊരു വഴിയാണിത് എന്നതിനാൽ ഈ ആശയം മക്ക മുശ്രിക്കുകൾ ഐക്യകണ്ഠേന അംഗീകരിക്കുകയാണ്. അതിനുശേഷം അവർ ഈ ഒരു അഭിപ്രായത്തിന് സ്വീകാര്യത ലഭിച്ചതിനെ തുടർന്ന് പ്രായമായ ഒരു മനുഷ്യൻ അവരിൽ നിന്നും ഇതുകൂടി പറഞ്ഞു വെക്കുകയാണ്: മുഹമ്മദിനെ ഏതെങ്കിലും ഒരു വ്യക്തി വധിക്കുകയാണെങ്കിൽ അവർക്ക് മുഹമ്മദിൻ്റെ കുടുംബവും അവർ കൊല ചെയ്യുന്ന ആളും തമ്മിൽ അവിടെ ഒരു സംഘട്ടനം നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ അംഗത്തെ ഇതിനു വേണ്ടി തയ്യാറാക്കി നിർത്തിയാൽ മുഹമ്മദിനെ വധിക്കൽ വളരെ എളുപ്പമാകുമെന്ന് അവരിൽ നിന്നും പ്രായമായ ഒരാൾ അവിടെ അഭിപ്രായപ്പെടുകയാണ്. അതിന് വലിയ സ്വീകാര്യത ലഭിക്കുകയാണ്. എന്നാൽ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബികളും ഒരു പോറലുമേൽക്കാതെ പൂർവാധികം ശക്തിയോടെ അന്ന് പ്രബോധനത്തിൻ്റെ മേഖലയിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും പകർത്തിയെടുക്കേണ്ട മാതൃകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ.